പേരാമ്പ്രയിൽ ഈ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തത്സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യപ്രതിജ്ഞ നടന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമാവുകയും ലോക്സഭയിലും രാജ്യസഭയിലും വർഷകാല സമ്മേളനം ആരംഭിക്കുകയും രാജ്യസഭയിൽ മലയാളിയായ BJP നേതാവായ C സദാനന്ദൻ രാജ്യസഭാംഗമായി ചുമതലയേൽക്കുകയും ചെയ്തു, സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. അതേസമയം ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചിരിക്കുന്നു. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ ബഹളമുണ്ടായിരിക്കുന്നു. സ്പീക്കറുടെ ചെയറിനടുത്ത് വരെ പ്രതിപക്ഷാംഗങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു തത്സമയം. In a brutal act of political violence in 1994, he remained steadfast in his pursuit of peace and national commitment. Revered as master or mashai, he has emerged as a guiding light against ideological extremism and has been an inspiration through his contributions to education, public life and intellectual discourse. Sri C. Sadanandan Master. ഞാൻ C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് വിവരങ്ങൾ നൽകുന്നു. C. സദാനന്ദന്റെ സത്യപ്രതിജ്ഞ രാജ്യസഭാംഗമായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. വർഷകാല സമ്മേളനത്തിൽ മലയാളത്തിലുള്ള സത്യപ്രതിജ്ഞ, ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞ, ഒരു ഭാഗത്ത് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുകയുണ്ടായി രാജ്യസഭയിൽ. അതേസമയം ലോക്സഭയിൽ ഇപ്പോൾ നടന്നത് ചോദ്യോത്തരവേള ആയിരുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടിരിക്കുകയാണോ? എത്ര മണിവരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആന്റണി ജിസ് ജോർജ്. തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള BJP നേതാവായ C. സദാനന്ദൻ രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തത്. നേരത്തെ CPIMന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് 2 കാലുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ C. സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി, രാജ്യസഭ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മലയാളത്തിലാണ് C. സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട്. രാജ്യസഭയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടന്നത്. ആ അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ആളായി C. സദാനന്ദനും സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ രാജ്യസഭയിൽ നടപടികൾ തുടരുകയാണ്. അതേസമയം ലോക്സഭയിലേക്ക് വന്നാൽ ലോക്സഭ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ മുദ്രാവാക്യം അടക്കം ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ ചെയറിനടുത്തേക്ക് സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് വരെ പ്രതിപക്ഷ അംഗങ്ങൾ എത്തി പ്രതിഷേധിച്ചു. അങ്ങനെ പ്രതിഷേധം ശക്തമായതോടുകൂടി ഇപ്പോൾ ലോക്സഭ 12 മണിവരെ താൽക്കാലികമായി പിരിഞ്ഞിട്ടുണ്ട്. 12 മണിക്ക് സഭ ചേരുമ്പോഴും പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ പഹൽഗാം, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ലോക്സഭ ഇപ്പോൾ 12 മണിവരെ പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിൽ നടപടികൾ തുടരുകയാണ്. ഇതിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള രോഷത്തോടു കൂടിയുള്ള സംഭാഷണമാണോ ഉണ്ടായിരിക്കുന്നത്? ആരും മുദ്രാവാക്യം മുഴക്കരുത്, പ്രതിഷേധക്കാർ പുറത്തു പോകണം, മുദ്രാവാക്യം മുഴക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് സ്പീക്കർ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് സ്പീക്കർ ആ രീതിയിൽ മുദ്രാവാക്യങ്ങൾക്കുള്ള വേദിയല്ല ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പുറത്തു പോകണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെയൊക്കെ കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവണത ഇന്നത്തെ ഈ വർഷകാല സമ്മേളനത്തിൻ്റെ ആരംഭത്തിൽ നിന്ന് തന്നെ ആ രീതിയിൽ പറയേണ്ടി വരുമോ? പ്രത്യേകിച്ചും സ്പീക്കറുടെ ചെയറിനടുത്ത് ഉണ്ടായ പ്രതിഷേധം അടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിലും മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം
അവരുടെ പ്രതിഷേധം അറിയിച്ച പശ്ചാത്തലത്തിലും മുദ്രാവാക്യം മുഴക്കരുത് എന്ന് സ്പീക്കർ പറഞ്ഞ പശ്ചാത്തലത്തിലും പ്രതിഷേധക്കാർ പുറത്തു പോകണം എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലും ആന്റണി ജിസ് ജോർജ്. തീർച്ചയായും കഴിഞ്ഞ സഭാ സമ്മേളന കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകില്ല ഈ വർഷകാല സമ്മേളനവും എന്നുള്ള സൂചന തന്നെയാണ് ഈ സമ്മേളനം ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വേണം. പ്രധാനമന്ത്രി ഈ ട്രംപിന്റെ അടക്കം അവകാശവാദങ്ങളിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഇത് ഡെക്കോറം കീപ്പ് ചെയ്യണം, നമ്മുടെ സഭയുടെ മര്യാദ പാലിക്കണം എന്ന് ഓം ബിർള ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധം അപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പലകുറി സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സ്പീക്കർ വഴങ്ങിയില്ല. ഡെക്കോറം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സ്പീക്കർ ഓം ബിർള നൽകിയത്. ഏതായാലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ തന്നെ സഭ പിരിയുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നിസ്സാരം ഏതാണ്ട് 15 മിനിറ്റിൽ താഴെ മാത്രമാണ് സഭാ സമ്മേളനം ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 12 മണിക്ക് സഭ ചേരുമ്പോഴും സ്ഥിതി വ്യത്യസ്തമാകാനുള്ള സാധ്യത ഇല്ല. ഈ വിഷയത്തിൽ തന്നെ ഉറച്ച മുന്നോട്ട് പോകാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഈ ട്രംപിന്റെ അവകാശവാദങ്ങളിലടക്കം പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്തണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം അടക്കമുള്ള കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷം. ഏതായാലും ഇപ്പോൾ സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. സ്പീക്കർ പലകുറി അംഗങ്ങൾക്ക് മുന്നറിയിപ്പൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു തരത്തിലും പ്രതിപക്ഷാംഗങ്ങൾ വഴങ്ങിയില്ല. അവർ ആദ്യം മുദ്രാവാക്യം വിളി തുടർന്നു. പിന്നീട് സ്പീക്കർ ഓം ബിർളയുടെ ചെയറിന് അടുത്ത് തന്നെ വന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിക്ക് രാജ്യസഭയിൽ വ്യോമയാന മന്ത്രി പ്രസ്താവന നടത്തുമെന്നുള്ള ഒരു വാർത്ത കൂടി ഇതോടൊപ്പം ഉണ്ട്. ഒരു ഭാഗത്ത് ചട്ടവും മര്യാദയും പാലിക്കണമെന്ന് സ്പീക്കർ സൂചിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എന്തായാലും ഇനി അത് രാജ്യസഭ അതേപോലെ പാർലമെന്റ് ഇനി വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും എത്താം. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.